ചെയ്യാം. ആശയം പൂർത്തിയാകുന്നു. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് കൂട്ടിയോതലാണ്. പിന്നെ വഖലക കുല്ല ശൈഇൻ ഫ, അവിടെ ഷൈഇൻ ഫ, അവിടെ നേരത്തെ പറഞ്ഞ പോലെ കസ്ർ തൻവീൻ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. ഫഖദ്ദറഹു, അവിടെയും മദ്ദുസിലത്തി സൂറ, 2 കതിർ നീട്ടണം. തഖ്ദീറ. എന്തെങ്കിലും തജ്വീദ് ഡൗട്ട് ഉണ്ടോ അതില്? ഇല്ല. എന്നാ പോവാ. അർത്ഥം പറഞ്ഞോളി. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവന് മാത്രം ഉള്ളതാണ്. അങ്ങനെയുള്ളവൻ. വലം യത്തഖിദ് വലദ, സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും. വലം യകുല്ലഹു ശരീക്കും ഫിൽ മുൽക്ക്, ആധിപത്യത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കാളികളില്ലാത്തവനും. അങ്ങനെയുള്ള അള്ളാഹുവാണ് ഈ ഫുർഖാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചത് എന്നാണ് അവിടേക്കാണ് ബന്ധം. പിന്നെ വഖലഖ, അവൻ സൃഷ്ടിച്ചു. കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിനെയും. ഫഖദ്ദറഹു, ഖദ്ദറ എന്ന് പറഞ്ഞാൽ എന്താ? ഒരർത്ഥം കണക്കാക്കി. പിന്നെ മഹാനായ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത് ശരിയാം വണ്ണം വ്യവസ്ഥപ്പെടുത്തി എന്നാണ്. ശരിയാം വണ്ണം വ്യവസ്ഥപ്പെടുത്തി. തഫ്സീറുകളൊക്കെ മറിച്ചു നോക്കുമ്പോൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏതൊരു കാര്യവും കൃത്യമായി ക്രമീകരിച്ചു വെക്കണം. അതിന്റെ തോതും അളവും ഒക്കെ മനസ്സിലാക്കി അത് ക്രമീകരിച്ചു വെക്കുന്നതിനാണ് ഖദ്ദറ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത്. വിശദീകരിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. അപ്പൊ ശരിയാം വണ്ണം വ്യവസ്ഥപ്പെടുത്തി എന്നൊരർത്ഥം. തഖ്ദീറ എന്ന് പറഞ്ഞാലോ ഒരു വ്യവസ്ഥപ്പെടുത്തൽ. അതാണ് ആ ആശയമാണ് ശരിയാം വണ്ണം എന്ന് വരുന്നത്. തിരിച്ചു വരിക. കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ ഏത് വിശദീകരിച്ചിരുന്നത്? വലം യത്തഖിദ് വലദ വലം യകുല്ലഹു ശരീക്കും ഫിൽ മുൽക്ക്. ഏകദേശം ഒന്ന് തന്നെയാണ് അല്ലേ? പിന്നെ വഖലഖ, ഖലഖ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിച്ചു എന്നാണ്. എന്താണ് അതിന്റെ സൂത്രം? ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കണേനാണ് എന്ത് പറയാ? ഖലഖ. ഇല്ലായ്മയിൽ നിന്ന് നമ്മളിപ്പോ ഒരു സാധനം ഉണ്ടാക്കൂലേ, ആ സാധനത്തിന്റെ അച്ച എവിടെ ഉണ്ടാവും? നേരത്തെ ഉണ്ടാവും. ആ ഇല്ലായ്മയിൽ നിന്നല്ല, അതുമിൽ നിന്ന് സൃഷ്ടിക്കണേനാണ് എന്ത് പറയാ? ഖലഖ. അതുമിൽ നിന്ന് സൃഷ്ടിക്കണേനാണ് ഖലഖ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ പറയാ കുല്ല ഷൈഇൻ, എന്താ? എല്ലാ വസ്തു എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും ചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന പദമാണിത്. കുല്ല ഷൈഇൻ. ആകാശങ്ങൾ പെടും, ഭൂമി പെടും, മനുഷ്യൻ പെടും, ജീവികൾ പെടും, സസ്യങ്ങൾ പെടും. അതേപോലെ എല്ലാ ജമാദത്തും, രാവും പകലും മരണവും ജീവിതവും ഒക്കെ എണ്ണിയാൽ ഒതുങ്ങാത്ത മേഖലയാണ്. അപ്പൊ അതൊക്കെ അള്ളാഹു താല സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ് ഫ, എന്നിട്ട് ഖദ്ദറഹു. ഖദ്ദറഹു, ഖദ്ദറ എന്ന് പറഞ്ഞാല് ശരിയാം വണ്ണം വ്യവസ്ഥപ്പെടുത്തി ക്രമീകരിച്ചു. എന്താണ്? ആദ്യം സൃഷ്ടിച്ചു, പിന്നെ അതിനെ ശരിയാം വണ്ണം പിന്നെ വ്യവസ്ഥപ്പെടുത്തി ക്രമീകരിച്ചു എന്ന് പറയാനുള്ള കാരണം എന്താ? എന്താ നിങ്ങളെ ബുദ്ധിയിൽ വരുന്നേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? എന്താ ആലോചിച്ച് നോക്കിയാണ് എന്താ ഉള്ളത്? വരുന്നില്ല. എന്നാ പോട്ടെ. എന്നാ ഒരു ഉദാഹരണം. ഒരു കമ്പനി, നിങ്ങൾ ഓടിക്കുന്ന ഒരു കമ്പനി, നിങ്ങൾ ഓടിക്കുന്ന ഒരു വാഹനം ഉണ്ടാക്കി എന്ന് സങ്കല്പിക്കുക. അത് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ? അതിനെന്തൊക്കെ വേണം? ബ്രേക്ക് വേണം, വെല്ല് വേണം അല്ലേ? അതിന് എഞ്ചിൻ വേണം. ആക്സിലേറ്ററാണ് ചവിട്ടുമ്പോ ബാക്കോട്ടാട് പോയാലോ അല്ലേ? കാര്യമുണ്ടോ? അപ്പൊ അതാണ് സൃഷ്ടിക്കുക മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. മറിച്ച് എന്താണ്?
ആ സൃഷ്ടിച്ചതിന് ശേഷം അത് ശരിയായ രൂപത്തിൽ വ്യവസ്ഥാപിതമായി ക്രമീകരിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാന്റെ ഏത് സൃഷ്ടിപ്പുകൾ നോക്കിയാലും, അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ ഏത് സൃഷ്ടിപ്പ് നോക്കിയാലും അതിനെ വെറുതെ അങ്ങോട്ട് പടച്ചു വിടുകയല്ല ചെയ്യണത്. മറിച്ച് എന്ത് ചെയ്യണം? അതിന്റെ തോതും അളവും അനുസരിച്ച് എന്തൊക്കെ ഡ്യൂട്ടി നിർവഹിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അള്ളാഹു ശരിയാവണ്ണം വ്യവസ്ഥപ്പെടുത്തി ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കമ്പനി അതിന്റെ കാറ് വെറുതെ പിന്നെ പടച്ചു വിട്ടാ പോരല്ലോ, മതിയോ? പടച്ചു വിട്ടാ പോരാ, മറിച്ച് എന്ത് വേണം? അത് ശരിയായ രൂപത്തിൽ പിന്നെ ക്രമീകരിച്ചു വെക്കണം. അതാണ് അവിടുത്തെ ഭാഷാ പ്രയോഗം, അല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ വീടുണ്ടാക്കാറുണ്ട്. വീടുണ്ടാക്കുമ്പോ എന്റെ ഇഷ്ടത്തിനാണ്ട് ഉണ്ടാക്കിയ എന്താ ഉണ്ടാവുക? ഒരു എഞ്ചിനീയറിംഗ് ഇല്ലാതെ വീടുണ്ടാക്കിയ എന്താ ഉണ്ടാവുക? പൊളിഞ്ഞാട് ചാടും, അല്ലേ? പൊളിഞ്ഞാ ചാടും. ഞാനിപ്പോ ചെറിയൊരു തറട്ട് ഒരു 10 തട്ടങ്ങട്ട് ഉയർത്തി, അത് താങ്ങോ? ഇല്ല, എഞ്ചിനീയറിംഗ് ഇല്ല. അപ്പം ശരിയായ ഹന്തസ, എഞ്ചിനീയറിംഗ് ഇല്ലാതെ അളവും തൂക്കവും ഒക്കാതെ ഞാൻ വലിയ ബിൽഡിംഗ് സ്ഥാപിച്ചാൽ എന്ത് ചെയ്യും? അടർന്നു വീഴും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യവും ശരിയായ എഞ്ചിനീയറിംഗ് അനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ നോക്കി നിങ്ങള്, വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. ആയത്തൊന്ന് ഓതിയൊക്കെയാണ് ആ ഭാഗം മാത്രം. വഖലഖ കുല്ല ശൈഇൻ. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് മെല്ലെ ഇങ്ങനെ കടന്നു വരാം. നമ്മുടെയൊക്കെ നിത്യജീവിതത്തില് സാധാരണ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോവാറില്ലേ? ഒരാളെ കുട്ടീനെ കൊണ്ടുപോയിട്ട്, ചെറിയ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കി ഐസിയുല. അങ്ങനെ ആ കുട്ടിയുടെ ശ്വാസം ഇങ്ങനെ, ആ പൾസ് എന്നറിയും അല്ലേ? നമ്മളെ ശ്വാസം ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഒരു സാധനമില്ലേ, ഒരു കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണൂലേ? ആ പൾസ് ഇങ്ങനെ താഴ്ന്നു വരുന്ന, ആ വാപ്പ ആ കുഞ്ഞിന്റെ പൾസ് ഇങ്ങനെ താഴ്ന്നു വരുന്ന, എന്തായാലും ഇപ്പൊ അതിഞ്ഞ് തിരിച്ചു കിട്ടൂല, അത്ര താഴ്ന്നിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് എന്ത് വരുന്നത്? ആ കുട്ടിക്ക് ആ രോഗമൊക്കെ സുഖമായി ആ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ എത്തുന്നത്. അപ്പോ ആ വാപ്പ ഡോക്ടറോട് പറയുന്ന കാര്യം ആ ഡോക്ടർ വിശദീകരിക്കാൻ, അല്ലേ? എന്റെ ജീവിതം മുഴുവൻ എന്റെ കയ്യിലായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം വലിയ പണക്കാരനാ, എന്റെ സമ്പത്തും എന്റെ സ്ഥാനവും എന്റെ പിന്നെ രാഷ്ട്രീയ ഇതിലുള്ള സ്ഥാനവും മാനവും ഒക്കെ എന്നെ രക്ഷിക്കും എന്നാണ് ഞാൻ ഇതുവരെ ധരിച്ചിരുന്നത്. പക്ഷേ എന്റെ കുട്ടിയുടെ ഹൃദയമിടിപ്പിന്റെ താളം അത് താഴ്ന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചിരുന്നു അവൻ മരണത്തിലേക്കാണ്. അത് തിരിച്ചു കിട്ടിയല്ലോ. ആ ഹൃദയമിടിപ്പ് തന്നെ പിടിച്ചു വെക്കാൻ പോലും എന്റെ ഈ സമ്പത്തിന് സാധിച്ചില്ലല്ലോ എന്ന് അദ്ദേഹം ഡോക്ടറോട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? നമ്മുടെ സ്വന്തം ഹൃദയമിടിപ്പ് ഉടമപ്പെടുത്താൻ പോലും ഈ സമ്പന്നനായ ഞാനും നിങ്ങൾ എന്തല്ല സാധിക്കാത്തവരാണ്. അത്ര നിസാരനാണ് മനുഷ്യൻ. അപ്പൊ നോക്കി നിങ്ങള്, ആ ഹൃദയമിടിപ്പ് എങ്ങനെയാവണം? അത് ഇത്ര തോതിലാവണം. അത് ഇത്ര തോതിലായാൽ മരണപ്പെടും എന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല വീണ്ടും അതിനെ ഉയർത്തിക്കൊണ്ട് ആ പിന്നെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഇതൊക്കെ ആരുടെ തീരുമാനമാണ്? ഫഖദ്ദറഹു തഖ്ദീറ. ഇതൊക്കെ നോക്കി നിങ്ങള് ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ആലോചിച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഒരാള് ആദ്യം തന്നെ അയാളെ ജോലിയാണ് നഷ്ടപ്പെടും, അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞില്ല, അപ്പത്തിന് ഗുരുതരമായ രോഗം. അതും കഴിഞ്ഞില്ല, ഉണ്ടായിരുന്ന ബിസിനസ് തകർന്നു. ഓക്കെ, നിങ്ങള് ഒന്നിന് പിറകെ മറ്റൊന്നായി. പിന്നെ അയാളെ വാഹനം ഇടിച്ചു. ഇങ്ങനെ ഒരു മുസീബത്ത്, ഒരു ദുരന്തത്തിന് പുറമെ മറ്റൊരു ദുരന്തം തുരുതുരാ വരികയാണ്. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ കാണാറുണ്ട്. അപ്പൊ അയാൾ വിചാരിക്കും, എന്താ ഇപ്പൊ പടച്ചോൻ എന്നോട് ഇത്ര ദേഷ്യം, അല്ലേ? എന്താ അള്ളാ എന്നോട് മാത്രം, എന്താ ഇപ്പൊ ഞാൻ ചെയ്ത് പടച്ചോനെ, എന്താ എന്നെ കൊണ്ട് ഇത്ര ഇത് എന്ന് മനുഷ്യന്റെ മനസ്സിൽ ആ പരീക്ഷണങ്ങൾ, ദുരന്തങ്ങൾ വരുമ്പോ മനുഷ്യൻ ഇങ്ങനെ തേട്ടി വരും മനസ്സിൽ, അല്ലേ? ആ നിരാശ ഉണ്ടാവും. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞ് ആ ഇതിനെപ്പറ്റിയൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന ഖൈറായിരുന്നു അത് എന്ന് പിന്നെയാണ് മനസ്സിലാവുക. എന്താണ് ഈ രോഗം എന്ന് പറയുന്നത്? ആ രോഗം ഉണ്ടായപ്പോ അയാളെ ശരീരം മുഴുവൻ എന്ത് ചെയ്തു? ടെസ്റ്റ് ചെയ്തു.
അല്ലെ, പരീക്ഷണത്തിന് വിധേയമാക്കി ലാബിൽ കൊണ്ടുപോയിട്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ രോഗം വലിയ ഒരു രോഗത്തിന്റെ, മാറാവ്യാധി രോഗത്തിന്റെ കാരണമാണ്. അല്ലെ, ചിലപ്പോൾ നമ്മുടെ വയറിന്റെ അകത്തൊക്കെ പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ കുരു ഉണ്ടാവും. ആ കുരു നമ്മൾ ശ്രദ്ധിക്കുക, ഗർഭപാത്രത്തിലൊക്കെ ഉണ്ടാവുന്ന കുരു അല്ലെ, ആ പൊങ്ങിക്കണേ, അതെങ്ങനെ ശ്രദ്ധിക്കാതെ പോയാൽ അതെന്താവും, ഗുരുതരമായ ക്യാൻസറായി മാറും. അപ്പൊ ഡോക്ടർ പറയും എന്താ, അതെടുത്ത് ഒഴിവാക്കണം. ഇതേപോലെ ഇയാൾ എന്ത് ചെയ്തു, അയാൾക്ക് ഗുരുതരമായ രോഗം വരാൻ പോവാണ്. അപ്പോഴാണ് ഈ രോഗം കൊണ്ട് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട്. അപ്പൊ ഒരു രോഗം ഗുരുതരമായ രോഗത്തിനുള്ള രക്ഷയായിരുന്നു പിന്നീടാണ് അയാൾക്ക് മനസ്സിലാവണേ. പിന്നെ അയാളെ കച്ചവടം ഷെയറായിരുന്നു. കുറെ ഞാൻ നിങ്ങളൊക്കെ പാടുള്ള ഷെയറാ അല്ലേ, ഞാൻ അതിലൊന്നും പോരാത്തപ്പോ നിങ്ങൾ ഇന്നട ഒഴിവാക്കി. ആ അടുക്കണ് നിയമപാലകര് വന്ന് ഒരുപാട് നിയമക്കുടുക്കൾ, അവസാനം കമ്പനിയൊക്കെ പൊട്ടി അല്ലേ, അവസാനം അതിലുള്ള പാർട്ട്ണർമാരൊക്കെ ജയിലിലായി. ഇങ്ങനെയൊക്കെ കാണില്ല നിങ്ങള്, ജയിലിലായി. ഞാൻ രക്ഷപ്പെട്ടു. നോക്കി നിങ്ങള്, അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ ഞാൻ ആ കടം വീട്ടേണ്ട ആളല്ലല്ലോ, ഓലെന്നെ ഒഴിവാക്കിനല്ലോ അല്ലേ, ഞാൻ ജയിലിൽ പോവാൻ. അപ്പൊ അതും എനിക്കെന്താണ്, കച്ചവടം നേരത്തെ നഷ്ടപ്പെട്ടപ്പോ എനിക്കെന്താണ് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് അതെനിക്ക് ഖൈറാണ് എന്നുള്ളത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നിങ്ങളൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ പറ്റും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ ദുരന്തമായിട്ട് ഇങ്ങനെ കാണും. കച്ചവട നഷ്ടം ഒരു ദുരന്തം, ജോലിയിൽ നിന്ന് ഒഴിവായത് മറ്റൊരു ദുരന്തം. ആ ജോലി ഒഴിവായത് എന്താ, പിന്നെ അതിനേക്കാൾ നല്ല റിസ്ക് ലഭിക്കുന്ന ഒരു ജോലി അയാൾക്ക് ലഭിക്കും ചെയ്തു. അതൊക്കെ കുറെ കഴിഞ്ഞിട്ടാ കിട്ടണേ. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. അതൊക്കെ നന്മയായി, നേരത്തെ ഉണ്ടായിരുന്ന ഓരോരോ ദുരന്തങ്ങളും എനിക്ക് നന്മയായിരുന്നു എന്ന് വളരെ വൈകിട്ടാണ് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ മനുഷ്യന് മനസ്സിലാക്കാൻ. ഇതേപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പരീക്ഷണോ ഒരു ദുരന്തോ ഒരു പ്രയാസോ ഒരു ബുദ്ധിമുട്ടോ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഈ പരീക്ഷണം, ദുനിയാവ് എന്ന് പറഞ്ഞ ഒരു വലിയ പുസ്തകമാണ് അല്ലേ, ഒരുപാട് പേജുകളുള്ള പുസ്തകമാണ് ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിലെ ഒരു പേജ് മാത്രമാണ് ഞാൻ നിങ്ങളും വായിക്കണത് അല്ലേ, ബാക്കി കുറെ പേജുകൾ വായിക്കാതെ പോകുന്നുണ്ട്. അപ്പൊ ഒരു ദുരന്തം മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അള്ളാഹുത്താലെ ആ പുസ്തകത്തിലുള്ള മുഴുവൻ ആര് കാണുന്നുണ്ട്, അള്ളാഹുത്താല കാണും. നമ്മൾ കാണുന്നതോ ഒരു പേജ് മാത്രമാണ്. അതാണ് നമുക്ക് വരുന്ന തകരാർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ദുരന്തം ഉണ്ടാകുമ്പോഴും, ഏത് പ്രയാസം ഉണ്ടാകുമ്പോഴും അല്ലെ, ഏത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും ഈ ആയത്ത് ഇങ്ങോട്ട് ഓർക്കുക, വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ എന്ന് നമുക്ക് ഓർക്കുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ, അതിലുള്ള വിശ്വാസം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, പിന്നെ ഒരു ഉണർവുണ്ടാവും, നമുക്ക് സമാധാനമുണ്ടാവും, ശാന്തി ഉണ്ടാകും. അതാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കണ ഒരു വലിയ കാര്യം. ആലോചിച്ച് നോക്കുങ്ങളെ. പിന്നെ അങ്ങനെ പിന്നെ അള്ളാഹു തആല വഖലഖ കുല്ല ശൈഇൻ എന്ന പദപ്രയോഗമാണല്ലോ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഖലഖ കുല്ല ശൈഇൻ. ഇനി അതിന്റെ മറ്റൊരു വശത്തിലേക്ക് പോകുമ്പോ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ആ എല്ലാ ചരാചരങ്ങളും ഏതിൽ പെടുന്നുണ്ട്, കുല്ല ശൈഇൻ എന്ന് പറയുന്നതിൽ പെടുന്നുണ്ട് അല്ലെ. ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഭൂമിയും പിന്നെ സൂര്യനും തമ്മിലുള്ള ദൂരം ഏകദേശം എത്ര ഉണ്ട്, ഏകദേശം എത്ര കണക്കാക്കണത്, 150 ദശലക്ഷം എന്നാണ് എന്റെ ഓർമ്മ, കൃത്യമൊന്നും ആവില്ല അല്ലെ, ഏകദേശം അത്രയാണ്. അപ്പൊ അത്രയും വൈദൂരം കിലോമീറ്റർ ഉണ്ട് അല്ലെ. ആ വൈദൂരമുള്ളത് അതെങ്ങാനും പിന്നെ കുറച്ചിങ്ങോട്ട് വന്നാൽ എന്താ ഉണ്ടാവുക, കുറച്ചിട്ട് താഴ്ന്നാൽ എന്താ ഉണ്ടാവുക, അതിശക്തമായ ചൂട് കൊണ്ട് ഈ ഭൂമുഖത്തുള്ളതൊക്കെ കരിഞ്ഞു പോകും അല്ലേ. ഇനി അതെങ്ങാനും അള്ളാഹു ശരിയാവണ്ണം ക്രമീകരിച്ച് വെച്ചെടുത്തു നിന്ന് അതെങ്ങാനും കുറച്ച് ഉയർന്നാലോ ഇവിടെ ഐസ് കട്ടയായി ജീവിതം അസഹ്യമായി മാറും അല്ലെ, ജീവിക്കാൻ കഴിയോ. അപ്പൊ നോക്കിങ്ങള്, ഈ സൂര്യനെയും ഭൂമിയെയും വളരെ കൃത്യമായിട്ട് ശരിയാവണ്ണം അള്ളാഹു തആല ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് ഓതി നോക്കി, വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ അല്ലേ. ആ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം, അതെങ്ങാനും ആ അകൽച്ചക്ക്, ആ ദൂരത്തിന് എന്തെങ്കിലും മാറ്റം വന്നാൽ രണ്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപകടമാണ്. ഇനി നമ്മളെ
പിന്നെ ഹൃദയമിടിപ്പ് അല്ലെ, നമ്മളെ പറ്റി തന്നെ ചിന്തിക്കാം. ഹൃദയമിടിപ്പ് എത്ര പിന്നെ ഒരു ദിവസം എത്ര ഉണ്ട്, എത്രയോ ലക്ഷം പിന്നെ ഇങ്ങനെ മിടിക്കുന്നുണ്ട് ഒരു ദിവസത്തിൽ അല്ലേ. നമ്മുടെ ഒരു ആയുസ്സിൽ കോടാനുകോടി പ്രാവശ്യം തവണ ഇങ്ങനെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും അത് മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉദ്ദേശപ്രകാരമാണോ? അല്ല. ആരാണ് ഇത് കണക്കാക്കി ശരിയാവണ്ണം ക്രമീകരിച്ചു വെച്ചത്? വഖലക കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. ഒന്ന് പറഞ്ഞു നോക്കിയാന്. വഖലക കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. ഇനി നമ്മളെ കണ്ണ് എങ്ങനെയപ്പോ നമ്മളൊരു കാഴ്ച, നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ട്, ഞങ്ങളെ കാണുന്നുണ്ട്, എങ്ങനെയാ കാണുന്നത്? എന്തൊക്കെ വേണം ഇതിന്? ഒന്ന് ലെൻസ്, പിന്നെ അതിന്റെ കോർണിയ, പിന്നെ റെറ്റിന, പിന്നെ എന്താ അതിന് പറയല്, ഓപ്റ്റിക് നാഡികള് അല്ലെ, നാഡി ഞരമ്പുകള്. ഇങ്ങനെ ഒരുപാട് അവയവങ്ങൾ ഒരേ സമയം ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഞാൻ ഒരു കാഴ്ച, ഒരു ദൃശ്യം കാണും. ഏതെങ്കിലും ഒരാൾ പണി മുടക്കിയാൽ എന്തുണ്ടാവില്ല, കാഴ്ച നഷ്ടപ്പെടും അല്ലേ. ഒരു ഞരമ്പ് ഓപ്റ്റിക് ഇതിലെ ഏതെങ്കിലും ഒരു നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ചെറിയ നരമ്പ് പണി മുടക്കിയാൽ ഞാൻ നിങ്ങളെ കാണൂല, അല്ലെങ്കിൽ കാണും, വേറെ രൂപത്തിൽ കാണും, ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ കാണും. ഉദാഹരണമായിട്ട് ഇപ്പുള്ള ഈ ലെൻസ് ഉണ്ടല്ലോ, ഈ ലെൻസ് അങ്ങോട്ട് നീക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ അള്ളാഹുത്താല എനിക്കും ഇങ്ങൾക്കൊക്കെ കാണാൻ ഒരു പ്രത്യേക ദൂരം വരെ ഞാനും നിങ്ങളും കാണുള്ളൂ. മനുഷ്യരല്ലാത്ത ജീവികൾ അതിലും ദൂരം കാണും അല്ലേ, കാണും. കാട്ടിലുള്ള പിന്നെ വലിയ വലിയ വന്യജീവികളൊക്കെ ബഹുദൂരമുള്ള കാഴ്ച കാണും. ആകാശത്ത് കൂടെ പറക്കണ പറവകൾ എന്ത് ചെയ്യും, എത്രയോ കിലോമീറ്ററുകൾക്കകലെ അതിന്റെ ഭക്ഷണം അത് നോക്കി കാണുന്നു. അപ്പൊ ഓരോരുത്തരുടെയും കാഴ്ച വ്യത്യാസമുണ്ട്. അപ്പൊ ആ മനുഷ്യന്റെ ഈ കാഴ്ച, ആ ലെൻസ് അത് നീക്കിയാൽ എന്താ ഉണ്ടാവുക? ഇപ്പുള്ള ലെൻസ് അത് നീക്കിയാൽ എന്ത് ചെയ്യും? മഹാനായ അല്ലാമ ഷഅറാബി റഹ്മഹുല്ലാ പറയാണ്, ഇപ്പുള്ള ലെൻസാണ്ട് നീക്കിയാൽ നമ്മൾ കാണാത്ത ലോകം അങ്ങോട്ട് കാണുന്ന പടച്ചോനെ. അയാൾ എന്നിട്ട് അതിന് തെളിവായി പറയുന്നത് എന്താ? മരണസമയത്ത് ആ മയ്യത്ത് എന്തു കാണുന്നു? മരണമാസന്നമായ സമയത്ത് വരാൻ പോകുന്ന ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണും. ധാരാളം ഖബറിലെ ശിക്ഷകൾ അല്ലേ, നരകത്തിലെ ഭയാനകതകൾ, പോകാൻ പോകുന്ന സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിലെ സുഖാനുഭൂതികൾ, മലക്കുകള് ഒക്കെ അവരിങ്ങനെ കാണുന്ന അയാൾ വിവരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. ആ തഫ്സീറിൽ വിശദീകരിക്കേണ്ടത്. അപ്പൊ നോക്കി നിങ്ങള്, ഇപ്പൊ നമ്മൾ കാണാത്ത എന്താ? ആ ലെൻസിന് പരിധി വെച്ചോണ്ടാ. നിങ്ങളൊരു പിന്നെ ഡോക്ടറെ അടുത്ത് പോയി നോക്കി, കണ്ണിന് കാഴ്ചയില്ലാന്നിട്ട് ഓലെന്താ ചെയ്യാ? കൊറേ ഇതെടുത്തിട്ട് ഇങ്ങനെ മാറ്റി. ഇപ്പൊ കാണുന്നുണ്ടോ? പിന്നെ ഒന്നിട്ട് അത് മാറ്റുണ്ടോ? കാണുന്നുണ്ടോ? എന്താ അവിടെ വ്യത്യാസം വരുന്നത്? ലെൻസ് ഇങ്ങനെ മാറ്റിയാണ് അതിനനുസരിച്ച് നമ്മളെ കാഴ്ച കൂടിയും കുറഞ്ഞും വരികയാണ്. ആലോചിച്ച് നോക്കൂ, മഹാത്ഭുതമാണ് അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാഴ്ചക്ക് പരിധി വെച്ചത് വഖലക കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. ആലോചിച്ച് നോക്കൂ, മഹാത്ഭുതമാണത് അതെങ്ങാനും ആ പരിധി വെച്ചിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളും ഇവിടെ ഇരിക്കൂലപ്പം. കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണും. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ജന്തുക്കളുണ്ട് ഞാൻ നിങ്ങൾ കാണില്ല ഹൃദയമിടിപ്പ് അതേപോലെ തന്നെയാണ്. ആ ഹൃദയമിടിപ്പിന്റെ ശബ്ദം ഞാനെങ്ങാനും കേൾക്കുകയാണെങ്കിൽ എനിക്ക് ഉറക്കം വരുമോ? ടിം ടിം എന്ന് പറയുന്ന ആ ശബ്ദം ഞാൻ കേൾക്കണില്ല. മഹാത്ഭുതമല്ലേ? കാരണം എന്താ? എന്റെ കേൾവിക്ക് അല്ലാഹു പരിധി വെച്ചു. അല്ലെങ്കിൽ ഒരു ദിവസം ഉറങ്ങാൻ എനിക്ക് സാധിക്കുമോ? ഇല്ല. പിന്നെ എത്രയോ ചെറിയ ചെറിയ ശബ്ദം ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും. ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചെവിട് വേദനാവും, അസഖ്യമായിരിക്കും അപ്പൊ ആ ശബ്ദത്തിന്റെ അത് താങ്ങാനുള്ള ആ ശക്തി നഷ്ടപ്പെടുമ്പോഴും എന്തുണ്ടാവും? അപ്പൊ അള്ളാഹു തന്ന ഫഖദ്ദറഹു തഖ്ദീർ, എല്ലാത്തിനും അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. ഇനി നോക്കി നിങ്ങള്, ഇങ്ങനെയുള്ള ഈ സൂക്ഷ്മമായ എല്ലാ സംവിധാനങ്ങളും വെച്ചതാണ് ഫഖദ്ദറഹു തഖ്ദീറ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാണൂല, നമ്മൾ കേൾക്കൂല ഇനി പിന്നെ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഗർഭസ്ഥ ശിശു വളർന്നു വരുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ ഘട്ടങ്ങളാണ് ആദ്യം ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകുന്ന വാൽമാക്രി പോലുള്ള ഹൈൻ എന്ന് പറയുന്ന ആ സാധനം ഒരു തവളമുട്ടൽ പോലുള്ള തലവണ്ണുള്ള ഒരു സാധനം മത്സരിച്ചോടിയിട്ട് ഗർഭപാത്രത്തിലേക്ക് അണ്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ആരാ? ഒരൊറ്റ ഒന്നുള്ളൂ. എത്രയോ മില്യൺ കണക്കിന് അത് ആള് ഉണ്ട്. അതിൽ ഓടിയിട്ട് ഒരാളാണ് അതിൽ കിടക്കുന്നത് അതിന്റെ തല വന്നാട്ട് ഇടിക്കും അണ്ടത്തിന്റെ അവിടെ.
അപ്പൊ ആ തലട് പൊട്ടും. അങ്ങനെയാണ് അത് അകത്തേക്ക് കയറുന്നത്. മഹാത്ഭുതമാണ്. എന്നിട്ട് അത് അവിടെ പറ്റിപ്പിടിച്ച് ദിവസങ്ങളായി പിന്നെ എന്താണ് ആ ഇന്ദ്രിയത്തുള്ളി പിന്നെ ആദ്യം അലക്കത്തൻ, പിന്നെ മുൽഗത്തൻ, അല്ലേ, രക്തപിണ്ഡമായി, പിന്നെന്താവുകയാണ് മാംസപിണ്ഡമായി. ഇങ്ങനെ ഘട്ടം ഘട്ടങ്ങളായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന ആ മഹാത്ഭുതമാണ്. നമ്മളാണോ ചെയ്യണത്? നമ്മളാണോ? അല്ല. വഖലക കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. ശരിയാവണ്ണം കൃത്യമായി അല്ലാഹു തആല അതൊക്കെ സംവിധാനിച്ചു വെച്ചൊക്കെയാണ് ഉമ്മന്റെ ഗർഭപാത്രത്തിൽ, അല്ലേ. സുമ്മ ഖലഖന നുത്ഫത അലഖതൻ ഫഖലഖന അലഖത എന്താണ് മുൽഗത്തൻ, അല്ലേ. ആലോചിച്ചു. അതൊക്കെ ഒരുപാട് ചിന്തിക്കാനുള്ള, ഓരോ ദിവസവും രാവും പകലും ഒക്കെ മാറി വരുന്ന ആ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. ഈ ഭൂമിയുടെ ഭ്രമണം, അതിന്റെ ആ കറക്കം ഒരു സെക്കൻഡ് എങ്ങാനും തെറ്റിയാൽ ജീവിതം അസഖ്യമാവും. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സംവിധാനിച്ചിട്ട്. ഇനി നമ്മൾ അനുഭവിക്കണ വെള്ളം കുടിക്കണ മഴ, അല്ലേ, ആ മഴ എന്ന ചാക്രികത. ഇവിടെ ഭൂമിയിലെ 71% എന്താണ്? വെള്ളാണ്. ആ വെള്ളം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി ഇങ്ങനെ പോവാണ്. അത് മേഘമായി മാറുന്നു. ആ മേഘത്തിൽ നിന്ന് വിടുന്നു പോയ ഇത് വീണ്ടും മഴത്തുള്ളികളായി വരുന്നു. ഈ ഒരു ചാക്രികത ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒരു ചക്രം, അത് അള്ളാഹുവിന്റെ മഹത്തായ പിന്നെ മഹാത്ഭുതമാണത്. അതൊക്കെ എന്തുണ്ട്? അതൊക്കെ കൂടെ കുറെ ചെയ്താൽ അപകടമാണ്, അല്ലേ. മഴ കൂടിയാലും അപകടം, മഴ കുറഞ്ഞാലും അപകടം. മഴയുടെ തുള്ളിയുടെ തോത് കൂടിയാലും അപകടം, ആ തുള്ളി അല്ലാതെ ചൊരിഞ്ഞു വീണാലും അപകടം. ആലോചിച്ചു നോക്കൂ നിങ്ങള്. മഹാത്ഭുതം, അല്ലേ. അപ്പൊ സുൻ അല്ലാഹില്ലദീ അത്ഖന കുല്ല ഷൈ, എല്ലാ വസ്തുവിനെയും കുറ്റമറ്റ രൂപത്തിൽ സൃഷ്ടിച്ചവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലേ. വഖലക കുല്ല ഷൈഇൻ ഓതിയാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് നക്ഷത്രഗോളങ്ങൾ, അല്ലേ. പിന്നെന്തൊക്കെയുള്ളത്? ഒരുപാട് മഴത്തുള്ളികള്, നമ്മൾ കാണുന്ന മരത്തിന്റെ ഇലകള്, പിന്നെ ഓരോ ഹൃദയമിടിപ്പ്, അങ്ങനെ ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് ഇതുണ്ട്. ഇതൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ ഇതിനെ പറ്റിയൊക്കെ അള്ളാഹ് എങ്ങനെയാണ് ഇതൊക്കെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്? വഖലക കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ എന്നിട്ട് ചിന്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ ഒരു സൃഷ്ടാവില്ലേ? ഇത് യാദൃശ്ചികമായി ഉണ്ടായതാണോ യുക്തിവാദികളെ എന്ന ആ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ വെറുതെ ഉണ്ടായതാ? അല്ല. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലേ? ഇത് യാദൃശ്ചികമാണോ എന്ന് മനുഷ്യന് ചിന്തിക്കാൻ പറ്റും. ഒന്നും വേണ്ട. നമ്മൾ ആദ്യമായിട്ട് ഒരു കൊട്ടാരത്തിലേക്ക്, ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നില്ല. ആ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ എന്തുണ്ടാവും? നല്ല വൃത്തിയുള്ള പരവതാനി, അല്ലേ. അവിടെ എല്ലാ ലൈറ്റുകളൊക്കെ സുന്ദരമായി കത്തുണ്ട്. ഒന്നിനും ഒരു തകരാറില്ല. അടുത്ത ജലസേചനവും വെള്ളവും ഒക്കെ വളരെ കൃത്യമായിട്ടുണ്ട്, അല്ലേ. അവിടുത്തെ ഫർണിച്ചറുകളൊക്കെ വളരെ സുന്ദരമാണ്. ആരാണ് ഇതൊക്കെ ക്രമീകരിച്ച് ഇങ്ങനെ ഒരു കൊട്ടാരം അവിടെ ഉണ്ടാക്കിയത്? വെറുതെ ഉണ്ടായതാ? യാദൃശ്ചിക ഉണ്ടായതാ ആണോ? അല്ല. അതിന്റെ പിന്നിൽ ആരുണ്ട്? ഒരു നല്ല ആർക്കിടെക്ട് എഞ്ചിനീയർ ഉണ്ട്, നല്ല പ്രഗത്ഭനായ ഒരു എഞ്ചിനീയർ ഉണ്ട്. എങ്കിൽ സഹോദരന്മാരെ, അതിന്റെ പിന്നിൽ ഒരു എഞ്ചിനീയർ ഉണ്ട് എന്ന് യുക്തിവാദിയായി ഞാൻ പറയുന്നെങ്കിൽ എനിക്ക് ചിന്തിച്ചൂടെ? ഈ പിന്നെ പ്രപഞ്ചത്തിന്റെ, ആ പ്രപഞ്ചത്തിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് ഭൂമിയും ആകാശവും സൂര്യനും ഇങ്ങനെ തുടങ്ങി ഒരുപാട് മലകളും ആറുകളും തുടങ്ങി, അതൊക്കെ അതിന്റെയൊക്കെ സൃഷ്ടാവ്, അതിന്റെയൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലേ? അതൊക്കെ വെറുതെ ഉണ്ടായതാണോ? അതാണ് വഖലക കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. അങ്ങനെയുള്ള അള്ളാഹുവാണ് അവതരിപ്പിച്ചത്? നിങ്ങൾക്ക് മുമ്പിലുള്ള ഈ ഖുർആൻ അവതരിപ്പിച്ചത് കൂട്ടരെ എന്നാണ് അള്ളാഹു തആലയിലൂടെ പറയുന്നത്. അപ്പൊ നോക്കി നിങ്ങള്, അതാണ് അള്ളാന്റെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കാനാ. എന്താണ് ആയത്ത്? മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, അല്ലേ. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ന്യൂനത, ഏറ്റവ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ? അല്ലേ. ഫർജിൽ ബസറ, അങ്ങനെയല്ല ആയത്ത്. ഫർജിൽ ബസറ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകൂടി നോക്കി, പഠിച്ചോൻ പറയാ, ഒന്നുകൂടി നിങ്ങൾ നോക്കി. എന്താണ്? ഹൽ തറ മിൻ ഫുതൂർ, എന്തെങ്കിലും ഒരു വിടവ്, ഒരു വിള്ളൽ, ഒരു വിള്ളിച്ച നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. എന്തെങ്കിലും അപാകത കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല.
അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു അപാകതയും കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലേ എന്ന ചോദ്യമാണ് അത് നമ്മെ പഠിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, ഇനി മറ്റൊരു ചരിത്രവശത്തിലൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? വഖലക കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. മഹാനായ യൂസുഫ് നബിന്റെ ചരിത്രം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരും ഉണ്ടാവില്ല. അടിമയായി വിൽക്കപ്പെടുന്നു, കിണറ്റിൽ കൊണ്ടുപോയി തള്ളപ്പെടുന്നു, പിന്നെന്താണ്, ജയിൽ തുറങ്കിൽ അടക്കപ്പെടും. ഇങ്ങനെ ഒരുപാട് ഘട്ടം രംഗങ്ങൾ അല്ലേ? അതൊക്കെ ബാഹ്യമായ എന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ വല്ലാത്തൊരു ദുരന്തം തന്നെ കേട്ടോ. അയാളെ ജീവിതത്തിൽ വന്ന പാവം, ആ പാവത്തെ കൊണ്ടുപോയി കിണറ്റിലിട്ട് അല്ലേ, നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുക. പക്ഷേ അതെന്താണ്, നമുക്കത് ബാഹ്യമായി ദുരന്തമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അതെന്താണ്? അള്ളാഹുവിന്റെ ഖദർ ഖലായിലുള്ള ഓരോരോ ഹൽക്കകളാണ്. എന്താ ഇതിന് പറയാ? ഹൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ഓരോരോ പടവുകളാണ്, സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്തായത്? ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറുന്നത്. ആലോചിക്കുങ്ങള്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാവും, ദുരന്തങ്ങൾ ഉണ്ടാവും, മുസീബത്തുകൾ ഉണ്ടാവും, പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ പരീക്ഷണത്തിന്റെ സ്റ്റെപ്പ് കയറുമ്പോഴേ ഇതൊക്കെ പടച്ചോനെ ഉയർത്താനാണ് എന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ പരീക്ഷണം എന്നുള്ളത് അള്ള വെറുത്തതുകൊണ്ടല്ല, മറിച്ച് അതിന്റെ ഉയർച്ചയുടെ, എന്റെ ഉന്നതിയുടെ കാരണമാണ് എന്നതാണ്. അതുകൊണ്ട് ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവസാനം പറയുന്നുണ്ട്, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ. അങ്ങനെ തന്നെയല്ല ആയത്ത് അവസാനിപ്പിക്കണം. അങ്ങനെ എന്റെ രക്ഷിതാവ് ലത്തീഫാണ് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ പദ്ധതികൾ അതിസൂക്ഷ്മമായി കാണുന്നവനാണ്, അതിസൂക്ഷ്മമായി പദ്ധതികൾ ഉണ്ടാക്കുന്നവനാണ്. ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ആ പരീക്ഷണങ്ങളൊക്കെ എന്താണ്? വഖലക കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലും അത് കാണാം അല്ലേ? മൂസാ നബി ജനിക്കണ എപ്പോഴാ? ഫിർഔനിന്റെ ഓർഡർ. എന്താ ഓർഡർ? എല്ലാ ആൺകുട്ടികളെയും കൊല്ലണം. ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഉണ്ടോ? ആലോചിച്ച് നോക്കണം. വലിയ ആ ബനൂ ഇസ്രായേൽക്കാരിൽപ്പെട്ട എല്ലാ ആൺകുട്ടികളെയും കൊല ചെയ്യണം. ആ ഒരു സാഹചര്യത്തിലാണ് ആര് വളർന്നു വരുന്നത്? മൂസാ നബി അലൈഹി ഇസ്ലാം എവിടെ വളർന്നു വരുന്നത്? ഫിർഔനിന്റെ കൊട്ടാരത്തിൽ. അപ്പൊ നോക്കിങ്ങള്, അവിടെയും നമുക്ക് പിന്നെ വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കണ്ട്. വഅൽഖൈതു അലൈക മഹബ്ബത്തൻ മിന്നി. പിന്നെന്താ? വലി ആയത്തൊന്നും പൂർത്തിയാക്കാൻ വലിതുസ്ന ഐനി എന്നല്ലേ ആന്ന് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെ മേൽനോട്ടത്തിൽ വളർന്നു വരാനാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ആ പരീക്ഷണങ്ങളൊക്കെ പഠിച്ചോന്റെ മേൽനോട്ടം അവിടെ ഉണ്ട് അല്ലേ? അറബികളുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആക്കണം. എന്താണ് ആ ഉണ്ട്? നിങ്ങളോട് ആരും ഇങ്ങനെ ആക്കിനോ? എന്താ അതിന്റെ അർത്ഥം? അജിന്റെ കണ്ണിൽ ഉണ്ണിയാണെന്ന് എനിക്ക് എല്ലാ പ്രൊട്ടക്ഷനും ഞാൻ തരും അല്ലേ? ആ പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതൊന്നും കണ്ടില്ല നിങ്ങളോട് സംസാരിക്കുമ്പോ? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയാണ്. ആംഗ്യ ഭാഷയൊക്കെ ഒന്ന് പഠിക്കണം അല്ലേ? ആർക്കും അനുഭവമില്ല. അങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് എന്തിനാപ്പൊ ഞാൻ പറഞ്ഞത്? ആ ആംഗ്യ ഭാഷ പഠിക്കണം. എന്തിനാ? അള്ളാഹു തആല പ്രൊട്ടക്ഷൻ നൽകും, എന്റെ സംരക്ഷണത്തിലാണ് എന്ന് കാണിക്കാനാണത്. അപ്പൊ നോക്കി നിങ്ങള്, പരീക്ഷണങ്ങളുടെ ആ തീച്ചൂളയിലാണ് ജനിച്ചു വളരുന്ന ആര്? മൂസാ നബി അലൈഹി സ്വലാം. എന്നിട്ട് എന്തായി? ആ രാജ്യത്തിന്റെ പ്രവാചകനായി, ജനനായകനായി മാറുകയാണ് ആര്? മൂസാ നബി അലൈഹി സ്വലാം. അപ്പം അള്ളാഹുവിന്റെ തഖ്ദീർ എന്ന് പറയുന്നത് മനുഷ്യൻ കണക്കാക്കുന്ന രൂപത്തിലല്ല എന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തില് പിന്നെ ഹിജ്റ പോണ രംഗത്ത് സൗർ ഗുഹയില് ഇരിക്കുമ്പോ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കണ്ടല്ലേ, അവരെങ്ങാനും താഴ്ഭാഗത്തിലൂടെ നോക്കിയാൽ നമ്മളെ കാണും എന്നൊക്കെ പറയണ്ടല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? മാ ദന്നുക യാ അബൂബക്കർ വല്ലാഹു സാലിസുഹുമാ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അബൂബക്കറെ, എന്താ എന്റെ ധാരണ? നമ്മൾ രണ്ടാളോടൊപ്പം പിന്നെ അള്ളാഹു മൂന്നാമനായി ഉണ്ട് എന്നതാണ് നാം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് നീ ധരിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ വിചാരിക്കണത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോക്കി നിങ്ങള്, ആ ഒരു അവസ്ഥ, ഈ ദുരിതം പിടിച്ച ഘട്ടത്തിലും പടച്ച തമ്പുരാന്റെ സംരക്ഷണം. വഖലക കുല്ല ഷൈഇൻ
ഫഖദ്ദറഹു തഖ്ദീറ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു സുന്ദരമായ ഹദീസ് ഉണ്ട്. എന്താണ്? വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും താങ്കൾക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും മീറ്റിംഗ് കൂടിയാലും അള്ളാഹ് കണക്കാക്കിയതല്ലാതെ എഴുതി വെച്ചല്ലാതെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നേരെ തിരിച്ചും ലോകത്തുള്ള എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കാൻ അവർ തീരുമാനിച്ചാൽ റബ്ബ് കണക്കാക്കിയതല്ലാത്തൊരു ഉപദ്രവവും നിനക്ക് ഏറ്റുവാങ്ങേണ്ടി വരൂല എന്നതാണ്. അപ്പൊ ഹദീസിന്റെ ആ സുന്ദരമായ വഖലക കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. അതുകൊണ്ട് നമ്മൾക്ക് ഇതിന്ന് പഠിക്കാനുള്ള ഏതാനും ചില പാഠങ്ങൾ എന്താണ്? നമ്മളപ്പത്തെ ഈ ആ ചുറുചുറുക്ക് തക്കാളി പോലുള്ള ആ മുഖവും അതേപോലെ ആരോഗ്യമൊന്നും കണ്ടിട്ട് നമ്മൾ എന്താവണ്ട, വഞ്ചിതനാവണ്ട. പടച്ചോന്റെ സൃഷ്ടിയാണ്, അതിനൊരു കണക്കാക്കി വെച്ചിട്ടുണ്ട് അല്ലാഹു തആല. അതൊന്നും ഇപ്പത്തതൊന്നും നോക്കണ്ട, ദീനാറിന്റെ മൂല്യൊന്നും നോക്കണ്ട. സെക്കൻഡ് മതി, അതൊക്കെ റബ്ബ് ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. അക്കൗണ്ടിൽ ഇങ്ങനെ കുന്നുകൂടിയൊക്കെ ഉണ്ടാവും. ഒരു സെക്കൻഡ് മതി, റബ്ബ് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ട് എന്താവുക നമുക്കറിയില്ല. അതേപോലെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. പരീക്ഷണങ്ങൾ വരുമ്പോ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ വെറുക്കുന്ന കാര്യത്തിലായിരിക്കും ചിലപ്പോ എന്തുണ്ടാവുക, ഖൈറുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ കിട്ടിയ അനുഗ്രഹത്തിന് എന്ത് ചെയ്യണം? നന്ദി ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ആ എല്ലാ അനുഗ്രഹവും റബ്ബിന്റെ ഖദറാണ്, റബ്ബ് തീരുമാനിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം മരണം വരെ. അതിന്റെ റിസൾട്ട് എപ്പോഴേ ഉണ്ടാവുള്ളൂ? അത് ചിലപ്പോ ദുനിയാവിന്ന് കിട്ടിക്കോണമെന്നില്ല, പരലോകത്തായിരിക്കും അത് കിട്ടുക. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹമാവട്ടെ, എനിക്ക് കിട്ടിയ പരീക്ഷണമാവട്ടെ, അതൊക്കെ അള്ളാഹുവിന്റെ തഖ്ദീറാണ് എന്ന അടിയുറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഇത്ര സമാധാനമുള്ള മനുഷ്യന്റെ മറ്റൊരു സൃഷ്ടിയെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന സമാധാനം എന്ന് പറയുന്നത് എന്നുള്ളതാ. അപ്പോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നമ്മളെ റിസ്കിലോ ജോലിയിലോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓർക്കുക, വഖലക കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. അതേപോലെ നമുക്ക് ഒരിക്കലും ആശ്വാസം വരൂല എന്ന് വിചാരിക്കണ അത്രയും പ്രയാസങ്ങൾ വരുമ്പോൾ ഓർക്കുക, വഖലക കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. ഒരു പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഹബീബായ ആളുകൾ മരണപ്പെട്ടു പോയേക്കാം, മക്കളോ മാതാപിതാക്കൾ അങ്ങനെ ബന്ധുക്കളോ. അപ്പോഴും നമുക്ക് പ്രയാസം, അപ്പോഴും നാം ഓർക്കുക, വഖലക കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. അപ്പൊ മതി അല്ലേ? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.